ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതുവിനെ വിളിക്കാൻ വേണ്ടി ഗോവിന്ദിനോട് ഡോക്ടർമാർ പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് കൈകളിൽ പിടിച്ചിരിക്കുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, സാർ നേരത്തെ ഗീതുവിൻ്റെ കഴുത്ത് താലി കാണാതായപ്പോൾ സാറിൻ്റെ മനസ്സിലൊരു വേദന വന്നില്ലേ? ഗീതുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആ ഒരു വേദനയും ആ ഒരു പ്രണയത്തോട് സ്നേഹത്തോടു കൂടിയൊക്കെ തന്നെ ഗീതുവിനെ വിളിക്കുക എന്ന് പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് ഗീതുവിൻ്റെ കൈകൾ പിടിക്കുകയാണ്. വിളിക്കൂ ഗോവിന്ദ്, നിങ്ങളെ കൊണ്ട് മാത്രമേ ഇനി ഗീതാഞ്ജലിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വിളിക്കൂ ഗോവിന്ദ് എന്ന് പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് വാക്കുകളൊക്കെ ഇങ്ങനെ ഇടറുവാണ് കേട്ടോ. ഇടറിയതിന് ശേഷം നമ്മുടെ ഗീതുവിനെ വിളിക്കുവാണ്. ഗീതു ഗീതു എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ ചെവിയിലേക്ക് ആ വാക്ക് കയറുന്നുണ്ട്, ഗീതു എന്ന് വിളിക്കണത്. പെട്ടെന്ന് ഗീതു ഒരു സ്വപ്നം കാണുവാണ്. ആ മയക്കത്തിൽ തന്നെ താൻ ഇങ്ങനെ ഇരുന്ന് ഓടുവാണ് കേട്ടോ. ഓടുന്ന സമയത്ത് തൊട്ടു പുറകിൽ ഒരാളും കൂടി ഓടി വരുന്നുണ്ട്. ഗീതു രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കര ഓട്ടത്തിലാണ്. തൊട്ടു പുറകിലുള്ള ആൾ ഗീതുവിൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. പിന്നീടാണ് അയാളെ മുഖം കാണിക്കുന്നത്. അത് നമ്മുടെ കിഷോറാണ്. ഗീതു നിൽക്ക്, ഗീതു നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ, ഗീതു നിൽക്ക്, എനിക്ക് നിന്നെ വേണം എന്നൊക്കെ രീതിയിൽ വളരെ വളരെ ആർത്തിയോടുകൂടി ഗീതുവിൻ്റെ പുറകിലേക്ക് ഓടി വരുവാണ് കിഷോർ. അതിനോട് പേടിച്ച് ഗീതു പുറകു തിരിഞ്ഞ് ഓടുമ്പോഴേക്കും മുമ്പിലെവിടെയോ തട്ടി വീഴുവാണ്. തട്ടി വീഴുമ്പോഴേക്കും അവിടെയും ഒരു കാല് കാണുന്നുണ്ട്. അതാരുടെ കാലാണെന്ന് ഗീതു പതുക്കെ നോക്കുമ്പോഴേക്കും അത് ഗോവിന്ദൻ്റെ കാലാണ്. ഗോവിന്ദൻ ഗീതുവിനെ പതുക്കെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പക്ഷെ ഗോവിന്ദൻ്റെ മുഖം ഒരുമാതിരി എന്തോ ഒരു പ്രതികാരം പോലെ, അല്ലെങ്കിൽ ഗീതുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ആ കണ്ണുകൾ തുടുക്കുന്നത് ഗീതുവിന് മനസ്സിലാവുന്നുണ്ട്. ഗീതു നീ എഴുന്നേക്ക്, ഗീതു എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാണ് കേട്ടോ. ഗീതു ആകെ പേടിച്ച് നിൽക്കുവാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഞാൻ എത്ര സ്നേഹത്തോടെ വിളിച്ചിട്ടും നീ എന്താ എഴുന്നേക്കാത്തത്? എഴുന്നേക്ക് ഗീതു, ഞാനാ വിളിക്കണ നിൻ്റെ ഗോവിന്ദേട്ടൻ. ഗീതു എഴുന്നേക്ക് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതു പിന്നെ എടുത്തിട്ടൊരു ഒറ്റ ഓട്ടമാണ്. ഓടുന്ന സമയത്ത് വീണ്ടും ഗോവിന്ദ് നമ്മുടെ ഗീതുവിന് മുമ്പിലേക്ക് വരുന്നുണ്ട്. കിഷോർ തൊട്ട് പുറകെ നിന്നിട്ട് എല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഗോവിന്ദ് ഗീതുവിനെ പിടിച്ച് കുലുക്കുവാണ്. ഗീതു കണ്ണ് തുറക്ക്, ഞാനാ ഗോവിന്ദേട്ടനാണ് വിളിക്കണത്, കണ്ണ് തുറക്ക് ഗീതു എന്ന് പറഞ്ഞിട്ട് പിടിച്ചിങ്ങനെ കൊടയുവാണ്. ആ സമയത്ത് ഗീതു ഇങ്ങനെ കണ്ണ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ പേടിക്കുമ്പോൾ, കണ്ണ് തുറക്ക്, നിൻ്റെ ഗോവിന്ദേട്ടനാ, ഇതിൽ കൂടുതൽ സ്നേഹത്തോടെ എനിക്ക് വിളിക്കാൻ പറ്റില്ല ഗീതു നിന്നെ, നീ എന്ന് കണ്ണ് തുറക്ക് എന്നിങ്ങനെ പറയുവാണ്. പെട്ടെന്ന് ഗീതു ഹോസ്പിറ്റലിൽ നമ്മുടെ ഗോവിന്ദ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഗീതു കണ്ണ് തുറക്ക് ഗീതു, ഞാൻ ഇത്രയൊക്കെ വിളിച്ചിട്ടും നീ കണ്ണ് തുറന്നില്ല എന്നാണെങ്കിൽ നീ ഒരിക്കലും ഒരു കണ്ണ് തുറക്കണ്ട, നിന്നെ ഈ അവസ്ഥയിലാക്കി അവർ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയുവാണ്. ഡോക്ടറും അതുപോലെ തന്നെ ആ നേഴ്സും ഗീതുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് ഗീതുവിൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കണത് അവർ കാണുന്നത്. സർ ഇതേ ഗീതാഞ്ജലിക്ക് നല്ല മാറ്റമുണ്ട് സാർ, ഒന്നും കൂടി വിളിക്കുമെന്ന് പറയാണ്. ഗോവിന്ദ് വീണ്ടും വിളിക്കുകയാണ്. ഗീതു ഞാനാ വിളിക്കണത്, നിൻ്റെ ഗോവിന്ദേട്ടൻ. ഗീതു മോളെ എടാ ഒന്ന് കണ്ണ് തുറക്കടാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതു പതുക്കെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ഗോവിന്ദ് ഇത് നല്ലൊരു അവസരമാണ്, ഗീതാഞ്ജലിനെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു സെക്കൻഡാണിത്. ഗോവിന്ദ് അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും, അവളെ പഴയ സ്ഥിതിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, അതെ സർ വിളിക്കൂ സർ, ഗീതാഞ്ജലിയെ വിളിക്കൂ എന്ന് പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് വീണ്ടും ഗീതുവിനെ വിളിക്കുകയാണ്. ഗീതു മോളെ എടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുവാണ്. എടാ ഒന്ന് കണ്ണ് തുറക്കടാ മോളെ, ഗീതു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗീതു പതുക്കെ കണ്ണുകളൊക്കെ പതുക്കെ പേടിയോട് കൂടിയിട്ടാണ് തുറക്കുന്നത്. അങ്ങനെ തുറന്നതിന് ശേഷം ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. വീണ്ടും ശ്വാസം പെട്ടെന്ന് തന്നെ ഗീതു ഇങ്ങനെ എടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഗീതു ഗോവിന്ദൻ്റെ മുഖം മനസ്സിലേക്ക് നോക്കുന്നത്. അങ്ങനെ ഗോവിന്ദൻ നോക്കുമ്പോഴേക്കും ഗീതു ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗോവിന്ദനെ കുറച്ച് നേരത്തേക്ക് ഗോവിന്ദ് വീണ്ടും ഗീതു എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗീതുവിന് ആ ഒരു ഓർമ്മ വരുന്നത് മഹേഷും അതുപോലെ തന്നെ കിഷോറും തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കവും ആ ഒരു വീഡിയോയും ആ പൈസ വലിച്ചെറിഞ്ഞ് കൊടുത്തതും. ഒരുത്തനെ എനിക്ക് കാണണ്ട, ഗോവിന്ദും കിഷോറും എല്ലാവരും കണക്കാ, ഒരുത്തനും എൻ്റെ അടുത്ത് വരണ്ട, ഗീതാഞ്ജലി എന്ന ഗീതു മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് പെട്ടെന്ന് ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഓടി വരുവാണ്. ഗീതു പെട്ടെന്ന് ഗോവിന്ദനെ ദേഷ്യത്തോടു കൂടി നോക്കുവാണ് കേട്ടോ. അത് ഗോവിന്ദനെ മനസ്സിലായി ദേഷ്യത്തിൽ നോക്കുവാണെന്ന്. ഡോക്ടറും നോക്കുവാണ്, എന്താ ഗീതാഞ്ജലി ഇങ്ങനെ നോക്കണത്. പെട്ടെന്ന് മുഖം വെട്ടിക്കുവാണ് ഗീതു. അതിനുശേഷം ഗോവിന്ദ് വളരെ ആശ്വാസത്തോടു കൂടി ഐസുടെ പുറത്തേക്ക് കിടക്കുവാണ്. എന്തൊക്കെ വന്നാലും ഗീതു ഒന്ന് കണ്ണ് തുറന്നല്ലോ, അവളുടെ ജീവിതത്തിലേക്ക് വന്നല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. അതേസമയം വരുണും അതുപോലെ തന്നെ നമ്മുടെ രാധികാമയും സുവർണനെ കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടി സുവർണയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഗോവിന്ദ് വിളിക്കണത്. കണ്ണൻ വിളിക്കുന്നുണ്ട്, മരണവാർത്ത പറയാനായിരിക്കും. ഹലോ കണ്ണ, എന്തായാലും അവിടുത്തെ കാര്യം, ഗീതാഞ്ജലിക്ക് എന്തായി? ഞാൻ ഗീതാഞ്ജലിക്ക് സുഖമാവാൻ വേണ്ടി അമ്പലത്തിൽ വന്നിരിക്കുക, അവൾക്ക് വേണ്ടി പ്രത്യേക പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിന് മുമ്പ്
മുമ്പിൽ നിൽക്കുക എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കിട്ട് ലൗഡ് സ്പീക്കർ ഇടാണ് വരുണിനെയും കൂടി കേൾക്കാൻ വേണ്ടി. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു അമ്മേ, അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു, ഗീതാഞ്ജലി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് കണ്ണാ പറയണത്? ഗീതു തിരിച്ചു വന്നു ജീവിതത്തിലേക്ക്, അവൾക്കപ്പോൾ കുഴപ്പമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ ദേ ഇപ്പോൾ അവൾ കണ്ണു തുറന്നു, ആൾക്കാരെ മനസ്സിലാക്കാൻ തുടങ്ങി, എൻ്റെ കൈകൾ അവൾ കൂട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധികാമ്മക്ക് പറയുന്ന ദേഷ്യം വരുവാണ്. പെട്ടെന്ന് തന്നെ രാധിക പറയുന്നുണ്ട്, ആണോ, നല്ല കാര്യം, എങ്കിലൊരു കാര്യം ചെയ്യാം, നീ ഇങ്ങോട്ടേക്ക് പോര്, ആ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടതില്ലേ അതും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോര്, എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് നമുക്ക് മേടിക്കണം, അതിനുശേഷം അവിടെ വല്ല ഹോം നേഴ്സിനും വെക്കാം എന്ന് പറയുവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഒരു കള്ളം പറയുവാണ്, ഗീതു എൻ്റെ കൂടെ തിരിച്ചു വരുമായിരുന്നു അമ്മേ, കിഷോറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, മാത്രമല്ല അവൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നി, എൻ്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന രീതിയിലാണ്, അതുകൊണ്ട് അവളുടെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധികാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നില്ലേ, അവളപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, അതേ അമ്മേ, ഈ സന്തോഷ വാർത്ത അമ്മ എല്ലാവരും അറിയിക്കണം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ ദേഷ്യത്ത് തന്നെ സുവർണയുടെ വീട്ടിലേക്ക് വാതിലിൽ മുട്ടുവാണ്. അതിനുശേഷം അകത്തേക്ക് കയറുന്നുണ്ട്. എങ്ങനെയുണ്ട് അജാസേ ഇപ്പോൾ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അജാസ്, കുഴപ്പമില്ല, എനിക്ക് അപകടം വന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അന്വേഷിക്കണം എന്ന് നമ്മുടെ അജാസ് പറയുമ്പോൾ വരുണും സുവർണയും ആകെ ഞെട്ടുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.